എൻ്റെ എല്ലാ ചങ്സിനും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറേ ആയി വന്നിട്ടല്ലേ, എനിക്ക് നല്ലൊരു 8ൻ്റെ പണി കിട്ടി. ആ കിട്ടിയിരിക്കുന്ന പണി എന്താണെന്ന് ഞാൻ തുടരെ പറയാം കേട്ടോ. നമ്മളുടെ അക്വാ ഗ്രീൻ പാർക്കിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ. ഞാൻ തന്നെ നെയിം ചെയ്തതാണ് കേട്ടോ. ഇത് വേറെ നല്ല ഇതിൽ വലിയ വരുന്ന ചെടി വന്നിട്ട് എൻ്റെ സെലക്ഷനാണ്. മറ്റു നമ്മുടെ മണി പ്ലാന്റ് ഓൾറെഡി ഉണ്ടായതാണ്. മറ്റ് പോട്ടിലെ ചെടി വന്നിട്ട് സാമിൻ്റെ സെലക്ഷനാണ്. പിന്നെ ഒരു ഫൈറ്ററിനെ വാങ്ങി, പിന്നെ വേറൊരു ഫൈറ്റർ നമ്മുടെ ഓൾഡ് ഫൈറ്റർ, പിന്നെ ഗപ്പി കുഞ്ഞുങ്ങൾ. ഞാൻ വിചാരിച്ചു ഒരു നല്ലൊരു വൈബാവട്ടെ, നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് ഇവരൊക്കെ ഇങ്ങനെ താലോലിച്ചുകൊണ്ടിരിക്കുകയല്ലോ, അതും ഒരു രസം അല്ലേ. ഒരു ഗ്രീൻ, ഒരു എന്താ പറയുക, ഗോ ഗ്രീൻ എഫക്റ്റ് നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് വരട്ടെ എന്ന് കരുതി. പിന്നെ ഫിഷും കൂടി ആകുമ്പോൾ ഒന്നും പറയണ്ടല്ലോ. അപ്പോൾ ഇപ്പം ഞാനാണ് കേട്ടോ ഇവരെ ടേക്ക് കെയർ ചെയ്യുന്നത്. ഗപ്പി കുഞ്ഞുങ്ങൾ നമ്മുടെ ഇവക്കുട്ടിയാണ് ചെയ്യുന്നത്. ബാക്കി മറ്റേ ഇൻഡോർ പ്ലാന്റ്സിൻ്റെയൊക്കെ ഞാനാണ് ചെയ്യുന്നത്. എനിക്ക് ചെറിയൊരു താല്പര്യം വന്നിട്ടുണ്ട് കേട്ടോ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ. അത് നല്ലൊരു കാര്യമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, കമൻറ്റ് ചെയ്യണേ. പിന്നെ വന്നിട്ട് ഇത് വന്നിട്ട് നമ്മളുടെ സാം ആണ് കേട്ടോ കിച്ചണിൽ. എന്താ പറയുക, നീലക്കുറിഞ്ഞി പൂക്കുന്നത് പോലെ ഇടയ്ക്ക് മാത്രം കാണാൻ കിട്ടുന്ന ഒരവസരം. അതുകൊണ്ടിട്ടാണ് ഈ മനുഷ്യൻ ഇന്ന് കയറാൻ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ നടുവല്ല കേട്ടോ, എൻ്റെ എലിക്ക് പണി കിട്ടി. ഞാനാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം വർത്താനം പറഞ്ഞിട്ട് നമ്മുടെ സെറക്കുട്ടി സ്കൂളിൽ പോകാൻ നിന്നപ്പം എനിക്കെന്തോ പെട്ടെന്ന് ഒരു ഭയങ്കര ഒരു അമ്മ സ്നേഹം അങ്ങോട്ട് എന്താ പറയുക, തൂകി എറിഞ്ഞതാണ് ഞാൻ തൂകിയല്ലല്ലോ, വാരി എറിഞ്ഞു. അവൾ അങ്ങോട്ട് ഒക്കത്ത് കയറ്റി വെച്ചു. അത് വെച്ചത് മാത്രം ഓർമ്മയുണ്ട്. എനിക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് പെട്ടെന്ന് വയ്യാണ്ടായി. എലിയുടെ ഭാഗം ഭയങ്കര വേദന വന്നു. പിന്നെ ഇങ്ങനെ ചെറിയൊരു ചിന്നൽ പോലെ എന്തൊക്കെയോ വന്നു. പോകുമെന്ന് വിചാരിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് കിടന്നു പോയി. സാം ഓയിൽമെൻ്റ് ഒക്കെ ഇട്ട് തന്നു, എന്നിട്ടും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഉപ്പുകിഴി പിടിച്ചു, അപ്പോൾ ചെറുതായിട്ട് മാറി, പിന്നെയും വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു ഉച്ചയായപ്പോഴേക്കും ഹോസ്പിറ്റലിൽ പോയി. ധാരാളം പെയിൻ കില്ലേഴ്സ് എനിക്ക് IV ആയിട്ട് കയറ്റി. ഭയങ്കര ക്ഷീണം, കിടന്നങ്ങോട്ട് ഉറങ്ങിയാൽ മതി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങണ്ടെന്ന് കരുതി. എനിക്കാണെങ്കിലും നമ്മൾ ഈ യാത്രയൊക്കെ പോയിട്ട് പുറത്തുനിന്ന് കഴിച്ചിട്ട് മടുത്തു. അങ്ങനെ പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ബ്രെഡാണ് കഴിച്ചത്, ബട്ടർ ഇട്ട് കഴിച്ചു. അപ്പോൾ ഇവർക്കും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പം അയില വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വരുന്ന വഴി ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് നമ്മുടെ അയില, നല്ല ഫ്രഷ് അയില കണ്ടപ്പം, നമ്മുടെ സാമിന് ഫിഷ് എന്ന് പറഞ്ഞാൽ ജീവനാണല്ലോ. അപ്പം ഞാൻ അവിടെ വെച്ചേ പറഞ്ഞായിരുന്നു, അവർ അയില ക്ലീൻ ചെയ്ത് തരത്തില്ല, ഹൈപ്പറിൽ അയില ക്ലീൻ ചെയ്ത് തരത്തില്ല എന്ന് അവർ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വാങ്ങിക്കോ, ക്ലീൻ ചെയ്യണം, എനിക്കറിയില്ലെന്ന് പുള്ളിക്കാരനറിയാം. പുള്ളിക്കാരന് എത്ര ഭംഗിയിലാണെന്നറിയോ ക്ലീൻ ചെയ്യുന്നത്. ഇത്ര നല്ല എനിക്ക് പുള്ളിക്കാരന് ഈ പറഞ്ഞതുപോലെ ചെയ്യുന്ന ജോലികൾ നല്ല ഭംഗിയായിട്ട് ചെയ്യും. പക്ഷേ ചെയ്യത്തില്ലെന്നേ ഉള്ളൂ. നമ്മളെന്തോ പുള്ളിക്കാരനറിയാം, പുള്ളിക്കാരൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ പിന്നെ അതൊരു കണ്ടിന്യൂസ് ഒരു പ്രോസസ്സാക്കി എടുത്താലോ എന്ന് കരുതിയിട്ടായിരിക്കാം ആൾ നമ്മളെ കിച്ചണിലൊന്നും സഹായിക്കത്തില്ല ഈ മനുഷ്യൻ. അല്ലാത്ത പണികൾക്കൊക്കെ സഹായിക്കും കേട്ടോ, ബാത്റൂം എല്ലാം കഴുകിത്തരും. കിച്ചൺ പണികൾ അങ്ങനെ സഹായിക്കത്തില്ല. പക്ഷേ മീൻ ഇങ്ങനെ ക്ലീൻ ചെയ്യാണ്ടൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് കഴുകി നല്ല വൃത്തിയാക്കി തരാറുണ്ട്. പുള്ളിയുടെ ആവശ്യമാണല്ലോ, പുള്ളിക്കും പിള്ളേരുടെ ആവശ്യമാണല്ലോ. അങ്ങനെ അന്നേരം അപ്പം നമുക്ക് ഇനിയിപ്പം മസാല ഇടാം, ചെറുനാരങ്ങ മസാല ഇടാം. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ തീരെ എനിക്ക് വയ്യട്ടോ. അതിനിടയ്ക്ക് സെറക്കുട്ടിനെ പഠിപ്പിക്കണം. ആ സെറക്കുട്ടി ഒരുപാട് സംശയങ്ങളൊക്കെ ആയിട്ട് പുള്ളിക്കാരത്തി പഠിപ്പി വരുവാണ് ഇടയ്ക്കിടയ്ക്ക്. എവിടെ നിന്ന് ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞപ്പം 7:30 മണിയായിട്ടോ വൈകുന്നേരം. അപ്പോൾ ഫുൾ ടൈം TV കാണുമായിരുന്നു. ഇവ പഠിക്കുമായിരുന്നു, സെറക്കുട്ടി TV കാണുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സെറേനോട് പോയിരുന്ന് പഠിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഫുഡ് വാരി തരുമ്പോൾ മാത്രം ഇനി റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് പുള്ളിക്കാരത്തി ഇരുന്ന് പഠിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളിന്ന് ഇവിടെയൊക്കെ പോയായിരുന്നു കേട്ടോ. ആലുവ മണപ്പുറത്ത് വെറുതെ ഒന്ന് പോയായിരുന്നു. അവിടെ ഈ ശിവക്ഷേത്രത്തിൽ വെള്ളം നിറയുമല്ലോ, അത് കാണാൻ വേണ്ടി പോയപ്പം മുങ്ങി, ക്ഷേത്രം മുങ്ങി. അപ്പോൾ ദീപാരാധനയുടെ സമയത്തിനേക്കാളും മുന്നേ എത്തിയത്. പക്ഷെ അത്ര നേരം നിൽക്കാൻ പറ്റിയില്ല, കാരണം വണ്ടിയിൽ മീനിരിക്കുകയുണ്ടല്ലോ. അങ്ങനെ ഒരു കപ്പലിൻ്റെയൊക്കെ കുറിച്ച് കുറച്ച് നേരം അവിടെ നിന്നു. അങ്ങനെ ഞങ്ങൾ ആ ക്ഷേത്രത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്നു. ഇങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ പോയി. ഇത്രയും വയ്യാതിരുന്ന ആളാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് ട്രിപ്പ് എല്ലാം കയറ്റി കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട്, ചായ മാത്രം കുടിച്ചുള്ളവരൊന്നും കഴിച്ചില്ല. അതിനുശേഷം ഹൈപ്പറിൽ പോയിട്ട് മീനൊക്കെ വാങ്ങിച്ചിട്ട് നേരെ എനിക്കൊരാഗ്രഹം, അവിടെ ചെന്നിട്ട് ഈ പറഞ്ഞതുപോലെ ആ വെള്ളം, ഇതുവരെ അങ്ങനെ വെള്ളം മുങ്ങി നിന്നിട്ട് അങ്ങനെ പോയിട്ടില്ല അവിടെ. എന്നിട്ട് ആ വെള്ളത്തിൽ കൂടെ ഞങ്ങളിങ്ങനെ നീന്തി, അതായത് നമ്മൾ നടന്ന് അപ്പുറത്തേക്ക് പോയി. ദീപാരാധന മാത്രം മിസ് ചെയ്തു. അപ്പോൾ അത് നല്ലൊരു വൈബല്ലേ, മനസ്സിനൊരു സന്തോഷം കിട്ടി. എനിക്ക് അങ്ങനെയാട്ടെ, എനിക്ക് എന്തെങ്കിലും വയ്യാഴിയൊക്കെ വന്നാൽ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. പെട്ടെന്നൊരാഗ്രഹം വന്ന് പോയി, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മീനെല്ലാം മസാല പുരട്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചു. ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് നേരെ ആയിട്ട് ഡോക്ടർ പറഞ്ഞു നല്ല രീതിയിൽ ഉറങ്ങണമെന്ന് പറഞ്ഞു. നല്ല രീതിയിൽ ക്ഷീണം ഉണ്ടാവും, കാരണം പെയിൻ കില്ലേഴ്സാണ് കയറ്റിയിരിക്കുന്നത്. നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പണി കഴിയാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി പാത്രങ്ങളെല്ലാം കഴുകി വെക്കണം. സെറക്കുട്ടീനെ നമ്മൾ ഒരു പരിധിക്ക് എത്തിക്കണം. എന്താ പറയുക, പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിച്ചോളും, പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതിനുള്ള അല്ലേ ആയിട്ടുള്ളൂ, അല്ലാണ്ട് കുഞ്ഞു പ്രായമല്ലേ. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ കുറേ അധികം പഠിപ്പിക്കാനും പറ്റില്ല. അപ്പോൾ അവളുടെ രീതിയിൽ ഇരുന്നൊക്കെ പഠിപ്പിക്കുകയാണ് കേട്ടോ.
അതിനുശേഷം ഞാനിപ്പോൾ ദേ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നു ഇതിനിടയിൽ കേട്ടോ. അങ്ങനെ ദേ നമ്മളുടെ ഫിഷും കാര്യങ്ങളെല്ലാം ഞാൻ എടുത്തിട്ട് അത് വറക്കാൻ തുടങ്ങി. അപ്പോൾ ഫിഷ് ആണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു പറഞ്ഞു കേട്ടോ. നല്ല നെയ്യുള്ള ഫിഷാണ് കിട്ടിയെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷം. ഇവർ കഴിക്കുമ്പം ഇവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. വേറെ കറിയൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് അച്ചാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നല്ല വേപ്പിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഫിഷൊക്കെ വറുത്തെടുത്തു കേട്ടോ. അങ്ങനെ ഫിഷ് വറുത്തെടുത്ത് കഴിഞ്ഞ് കുറേ നേരമായിട്ട് ഞാനപ്പം ലുലുന്ന് കുറച്ച് ഫോട്ടോസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഫോട്ടോ ഫ്രെയിംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ പറഞ്ഞതുപോലെ വോൾ ഫോട്ടോസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറേ, അപ്പോൾ സാമിനാണെങ്കിൽ ഭയങ്കര ക്ഷീണം ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വന്നത് കൊണ്ടിട്ട്. കാരണം ഉച്ചയ്ക്ക് എന്തോ 12 മണിക്ക് ഹോസ്പിറ്റലിൽ പോയതാണ്. 2:30 ട്രിപ്പ് കയറ്റി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് റിലീസാക്കിയപ്പം പിന്നെ കുട്ടികളോട് അവർക്കറിയാം, അവർ സ്പെയർ കീ എടുത്തിട്ടാണ് പോകുന്നത്. പിന്നെ വിളിച്ചു ചോദിച്ചപ്പം ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞപ്പം അവർക്കറിയാം, അവർ യൂസ്ഡ് ആണ് അത്തരം കാര്യങ്ങളോടൊക്കെ. പിന്നെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ നമ്മുടെ കാര്യങ്ങളൊക്കെ വാങ്ങാനൊക്കെ പോയി. അപ്പോൾ വാങ്ങിച്ച കൂട്ടത്തിൽ വാങ്ങിച്ചൊരു സംഭവമാണ് നമ്മുടെ ഈ ഒരു ഫോട്ടോ ഫ്രെയിം അല്ല, വോൾ ഫോട്ടോസ്. നമ്മുടെ ബുദ്ധയുടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വെച്ചതാന്നൊക്കെ പറഞ്ഞ് കുറേ നേരം പുള്ളിക്കാരനെ ഞാൻ വലിച്ചു പിടിച്ചൊക്കെ വന്നില്ല. ലാസ്റ്റ് ദേ വെച്ച് എന്നോട് പറഞ്ഞു, ഓക്കെ ഞാൻ വെച്ച് തരാം, എനിക്ക് ഫിറ്റ് ചെയ്ത് തരാം എന്ന് പറഞ്ഞപ്പോൾ ഉള്ള സോപ്പിംഗ് ആണ് കാണുന്നത് കേട്ടോ എൻ്റെ. അങ്ങനെ ദേ ഞാൻ പറഞ്ഞു അവിടെ വെച്ചാൽ മതി, ഇവിടെ വെച്ച് ഇങ്ങനെ തന്നെ വെക്കണം എന്നൊക്കെ പറയുവാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനത്തെ ഫോട്ടോസും നമ്മളുടെ ഫാമിലി പിക്സൊക്കെ വെക്കുന്നത്. പക്ഷേ ഫാമിലി പിക്സ് ഇപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ട്രാവലിംഗ് കാര്യമായിട്ട് പോയി തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്കിങ്ങനെ വാൾസിൽ വെക്കാം. എപ്പോഴും വാൾസ് ഇങ്ങനെ ഫ്രീ ആക്കി ഇടുന്നതിനേക്കാട്ടിലും നല്ലത് ഇങ്ങനെ കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് വെക്കുന്നതല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെയിൻറ്റ് ചെയ്യുമ്പോൾ എന്താണെങ്കിലും നമ്മൾ മാറ്റേണ്ടി വരും, നമ്മുടെ വീട് പെയിൻറ്റ് അടിക്കുമ്പം. അപ്പോൾ ആ സമയത്തല്ലേ പുള്ളി പറഞ്ഞു പെയിൻറ്റ് അടിക്കുമ്പോൾ മാറ്റേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു ആ സമയത്തല്ലേ നമുക്കപ്പോൾ ചിന്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സേറക്കുട്ടി വളരെ സക്സസ് ആയിട്ട് സേറക്കുട്ടി പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷവും ആഹ്ലാദ പ്രകടനവുമാണ് ആ കണ്ടത്. പിന്നെ നമ്മളുടെ ഫോട്ടോസൊക്കെ ഇതാണ് കേട്ടോ, വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നിരുന്നാലും നല്ല സന്തോഷമല്ലേ. ഇപ്പം നമുക്കിവിടെ കുറച്ചും ഡെക്കറേറ്റ് ചെയ്യാം. എന്തായാലും പതിയെ ആവട്ടെ, ഞാൻ എന്തായാലും ഒന്ന് നേരെ നിൽക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ ഞാനാണ് ഓടിക്കളിച്ച് ചാടിത്തുള്ളി നടക്കുന്നത്. അങ്ങനെ പിന്നെ വന്നിട്ട് റെസ്റ്റ് എടുക്കാൻ പറ്റത്തില്ലെന്നേ, വീട്ടിൽ വന്ന് നമുക്കത് നടക്കത്തില്ല. അങ്ങനെ അതേ സെറക്കുട്ടിക്ക് ചോറ് വാരിക്കൊടുക്കുവാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് മൊത്തം ഇരിക്കും. സമയം 11 മണി രാത്രി കേട്ടോ. എല്ലാം കഴിഞ്ഞാൽ കാരണം ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ 9 മണി, 8:30-9 മണിയായി. അതിനുശേഷം പിന്നെ ഇത്ര സമയമായി എല്ലാം കഴിഞ്ഞപ്പം. അങ്ങനെ പിന്നെ പിള്ളേർക്കും ഈ പറഞ്ഞതുപോലെ നമ്മുടെ പിള്ളേർ കിടക്കുന്ന സമയം 12 മണി രാത്രി ആയതുകൊണ്ട് കുഴപ്പമില്ല. ശരി, പണ്ടത്തെ എൻ്റെ വീട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ എപ്പം ചൂലും കെട്ടിയെടുത്ത് അടിച്ചെന്ന് ചോദിച്ചാൽ മതി, ഇങ്ങനത്തെ ടൈം ടേബിളൊക്കെ ആണെങ്കിൽ. അങ്ങനെ അപ്പോൾ എല്ലാ ഭക്ഷണവും കാര്യങ്ങളും എല്ലാം കഴിച്ചെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ എളിക്ക് കൈയും പിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ വയ്യ. രാത്രിയായപ്പോഴേക്കും പിന്നെ ചെറുതായിട്ട് പൊങ്ങി തുടങ്ങി. പക്ഷെ ഇപ്പം ഞാൻ വോയിസ് ഓവർ ചെയ്യുന്ന ദിവസം എല്ലാം മാറിയിട്ട് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പം ഈ വീഡിയോ ഒക്കെ നേരത്തെ എടുത്ത് വെച്ചതാണ്. പക്ഷേ നമുക്ക് സുഖമില്ലെങ്കിൽ എല്ലാം കഴിഞ്ഞല്ലോ, അതാണ് ഞാനപ്പം ഒന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ദിവസമൊക്കെ ആയപ്പോഴേക്കും എൻ്റെ എല്ലാം ഓക്കെ ആയിട്ടോ. ഈ സ്ഥലത്ത് നിന്നിട്ട് നല്ലൊരു സന്തോഷം എനിക്ക്. അങ്ങനെ പാത്രങ്ങളൊന്നും കഴുകാൻ ഇവരാരും കിട്ടത്തില്ല കേട്ടോ. സാം ആ പരിസരത്തേക്ക് വരത്തില്ല. പക്ഷെ വേണ്ട, അതിൻ്റെ ആവശ്യമില്ലല്ലേ, ഞാൻ തന്നെ കഴുകാമല്ലേ, പാവം ഇത്രയും സഹായിച്ചു തന്നില്ലേ. ബാത്റൂം എല്ലാം കഴുകി തന്നായിരുന്നു കേട്ടോ എനിക്ക്, അതെല്ലാം കഴുകി തന്നായിരുന്നു. അപ്പോൾ പാത്രം കഴുകൽ എൻ്റെ ഡ്യൂട്ടിയാണല്ലോ. മാത്രമല്ല മീനാവുമ്പോഴേ, പ്രത്യേകിച്ച് അയില ആവുമ്പോൾ ഉണ്ടല്ലോ ഒരു നാറ്റം പ്രത്യേകിച്ച് ഉണ്ടാവുമല്ലോ. അപ്പോൾ നല്ല രീതിയിൽ കഴുകണം. അങ്ങനെ അതെല്ലാം കഴുകി അവിടെ കൊണ്ടുവന്ന് പുറത്ത് വെച്ച്. അപ്പോൾ സാം എന്നോട് പറഞ്ഞായിരുന്നു പാത്രം കഴുകിയിട്ട് കിച്ചണിൽ അവിടെ തന്നെ വെച്ചാൽ മതി, നാളെ എടുത്ത്. പക്ഷേ എനിക്ക് എന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വരും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അങ്ങനെ കഴിഞ്ഞിപ്പോൾ നമുക്ക് സിങ്ക് ഒന്ന് സോപ്പിട്ട് നല്ല രീതിയിൽ കഴുകാം. ഞാൻ വേറൊന്നല്ല കേട്ടോ, എൻ്റെ OCD നന്നായിട്ട് കുറഞ്ഞു കേട്ടോ. ഈ പ്രാവശ്യം പുള്ളിക്കാരൻ വന്നിട്ട് ഞാൻ നല്ല എന്താ പറയുക, അങ്ങനെ അമ്മാതിരി പ്രശ്നത്തിനൊന്നും ഞാനൊരു ഇഷ്യൂസ് ഒന്നും ക്രിയേറ്റ് ചെയ്തില്ലായിരുന്നു. OCDയുടെ പ്രശ്നം ഒന്നും ഞാൻ കാണിച്ചില്ല. കാരണം എന്തോ എന്നിലത് മാറ്റിയെടുത്തു. അപ്പം നമ്മൾ വേണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം മാറ്റാവുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം ഇതിലൂടെ എനിക്ക് മനസ്സിലായി. കാരണം കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരുന്നു, പുള്ളിക്കാരന് ദേഷ്യം വരുന്നു, മക്കൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാഴിക വരുന്നു. അന്നേരം ഇപ്പം നമ്മൾ തന്നെ മാറ്റുന്നതല്ലേ ഏറ്റവും നല്ലതെന്ന് കരുതി അങ്ങനെ ഞാൻ കുറേ ചേഞ്ചായെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. ഒരു സെൽഫ് കോൺഫിഡൻസ് എനിക്ക് വന്നു. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ ഈ ഒരു പ്രശ്നം ഒരു വലിയൊരു പ്രശ്നമായിരുന്നു എന്നുള്ളത്. അപ്പം അതെല്ലാം പോട്ടെ. അങ്ങനെ നമുക്ക് ആ സിങ്കും കാര്യങ്ങളെല്ലാം കഴുകാം. അപ്പോൾ ഇവരുടെ പാത്രങ്ങളൊക്കെ രാത്രി ഞാൻ പുറത്തേക്ക് വെക്കത്തില്ല, സ്കൂൾ വിട്ട് വന്നിട്ട് കഴുകിയ പാത്രങ്ങളാണ് ഇവ. അപ്പോൾ രാത്രി പിള്ളേരുടെ പാത്രം പുറത്ത് വെച്ചാൽ അത് ശരിയാവത്തില്ല, വല്ലതും വന്നിട്ട് ഇഴഞ്ഞാലോ.
അപ്പോൾ എനിക്ക് പേടിയാണത്. നമ്മുടെ കിച്ചൺ എന്തായാലും നമ്മുടെ വർക്ക് ഏരിയ നമുക്കൊന്ന് പതുക്കെ കോൺക്രീറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ കോൺക്രീറ്റ് ചെയ്യാനുള്ള പെർമിഷൻ എടുക്കണം. എനിക്കെന്തോ അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നല്ല രീതിയിൽ വെള്ളം വരുമ്പം നമ്മുടെ ചാറ്റിൽ കയറും. അപ്പോൾ അതുകൊണ്ടിട്ട് അത് അവിടെ നമുക്ക് പാത്രമൊന്നും വെച്ചാൽ ശരിയാവത്തില്ല. രാത്രി എങ്ങാനും മഴ പെയ്താലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ കോൺക്രീറ്റ് ആയിട്ട് സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കബോർഡ്സൊക്കെ വെച്ചിട്ട് ഇനി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ പിന്നീടുള്ള പണികളാണ്. നമുക്ക് നോക്കാം, ദൈവകൃപ തരുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുമോ അല്ലേ, അത്രേ ഉള്ളൂ. അങ്ങനത്തെ നമ്മുടെ കിച്ചൺ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വൃത്തിയാക്കി. എന്നാലേ എനിക്കൊരു സന്തോഷം കാണത്തുള്ളൂ. കാരണം നാളെ രാവിലെ നമ്മൾ ഈ കിച്ചണിൽ വരുമ്പം നമ്മൾ തന്നെ ചെയ്യണം. ഒരാളും നമുക്ക് സഹായിക്കാൻ ഉണ്ടാവത്തില്ല, വേറൊരാളും ഉണ്ടാവത്തില്ല. മീൻ ചെയ്തു തന്നത് തന്നെ വലിയൊരു ഉപകാരമാണ് എൻ്റെ കെട്ടിയവൻ. പിന്നെ പിള്ളേരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ട ഇനി കുറേ നാളത്തേക്ക്. അപ്പം നമ്മൾ തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങാൻ കയറി. ഇനിയിപ്പോൾ അടുത്ത പരിപാടിയാണ് നമ്മുടെ ആയുധമെടുത്തു. ഇതൊന്നുമല്ല, നമുക്ക് ഈ ലിക്വിഡ് ക്ലീനറാണ്. എന്തായാലും നമ്മളുടെ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒരു 5 മിനിറ്റ് വെക്കണം. അതിനുള്ള സമയമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഒരു സംഭവം നിങ്ങൾ കണ്ടോട്ടോ. അതിനിടയിൽ നമ്മുടെ ഇവക്കുട്ടി സാമിനോടാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. എന്നോട് ചെയ്തിട്ടുണ്ടെങ്കിൽ വിവരം അറിയും. മറ്റേ ഗപ്പിക്കോ കൊടുക്കേണ്ട ഫിഷ് ഫുഡ് മൂക്കിൽ മണപ്പിക്കുവാണ് കേട്ടോ കാണുന്നത്. പുള്ളിക്കാരനൊന്നും പറയത്തില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ പണി 8ൻ്റെ കൊടുക്കും. മാത്രമല്ല ഫിഷ് എങ്ങാനും മണപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ RIP ആയിരിക്കും വന്ന്. അപ്പം അങ്ങനത്തെ പരിപാടികളാണ്. അപ്പം അത് ഓക്കെ. അപ്പം അത് ഈ ഒരു സംഭവം ഇത് ഞാൻ കുറേ നാളായിട്ട് വാങ്ങിച്ചിട്ടു. കുറേ നാൾ, എനിക്ക് തോന്നുന്നു 2 വർഷം എന്തോ ആയി ഞാൻ ഈ ലിക്വിഡ് വാങ്ങിച്ചിട്ട്. 2-2.5 വർഷമായി. ഞാൻ ഈ വീട്ടിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടുത്തെ അടുത്ത സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാൻ വെറുതെ നോക്കാമെന്ന് വിചാരിച്ച്, ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. പക്ഷെ നല്ല രീതിയിൽ ക്ലീൻ ആവുകയും ചെയ്യും. അതേപോലെ തന്നെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഈ മീൻ വറുത്താലുള്ള പ്രശ്നം അതാണ്. ചിക്കൻ ഞാൻ പറഞ്ഞില്ലേ ഫ്രൈ ചെയ്യണം, ഇപ്പോൾ എയർ ഫ്രയറിലാണ്. പക്ഷേ ഈ മീൻ വറുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ ഇതാണ് കുഴപ്പം. ഭയങ്കര അധികം ഓയിലോ എന്തൊക്കെയോ. അതും നല്ലൊരു നെയ്യുള്ള മീനാകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഇല്ലല്ലോ. അപ്പം ഞാനിവരോട് പറയുന്നുണ്ട് ഇതിനിടയിൽ, നിങ്ങൾ മീൻ ഇനിയും ആര് കഴിക്കുന്നുവോ അവരായിരിക്കണം ഇനി മീൻ കഴിച്ച പാത്രവും അതേപോലെ തന്നെ എല്ലാം കഴുകേണ്ടതെന്നൊക്കെ. ആര് പറയും, നമ്മളാരും മൈൻഡ് ചെയ്യാം. നമ്മളവിടെ കിടന്ന് കുറച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റ മനുഷ്യൻ മൈൻഡ് ചെയ്യാനില്ല. പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ നമുക്കിവിടെ ഡംപ് ചെയ്യാം. കാരണം എല്ലാം അതിൻ്റേതായ രീതിയിൽ സെറ്റ് ചെയ്തിട്ട് എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സന്തോഷമായിട്ട് രാവിലെ എണീറ്റിട്ട് നമുക്ക് പുതിയൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റ് വീണ്ടും നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ലാണ്ട് എന്ത് ചെയ്യാനാന്നേ. നമുക്കപ്പോൾ ഒരു എക്സ്ട്രാ ഒരു ബാസ്ക്കറ്റ് വാങ്ങിച്ചു വെച്ചത് കൊണ്ടിട്ട് നമുക്കിനി അപ്പുറത്തേക്ക് ഇടാം. മാക്സിമം അപ്പോൾ ഇതിൽ ഞാനിങ്ങനെ ക്രഷ് ചെയ്ത് വെക്കുവാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് ചെന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി. ഞാൻ വളരെ ടയേർഡായിട്ടോ. അപ്പോൾ നമുക്കൊരു സമ്പ്രാണിയും കൂടി കത്തിക്കാം. അപ്പോൾ പിന്നെ അങ്ങോട്ട് കിച്ചൺ കംപ്ലീറ്റ് നല്ല ഫ്രഷ് ആവുമല്ലോ. സത്യം പറഞ്ഞിട്ട് നല്ല ക്ഷീണം എനിക്കുണ്ട്. കഴിച്ച മരുന്നിൻ്റെ ഉറക്കക്ഷീണം എല്ലാം ഉണ്ട്. അതിൻ്റെ കണ്ണിൽ നന്നായിട്ട് കാണാൻ പറ്റും. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഉറക്കക്ഷീണമുണ്ട്. വേദനയേക്കാൾ ഉപരി ഒന്ന് നന്നായിട്ട് ഉറങ്ങിയാൽ തീരാവുന്ന പ്രശ്നം എനിക്കുള്ളൂ. അങ്ങനെ സമ്പ്രാണിയും കാര്യങ്ങളൊക്കെ കത്തിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഒരു ഉറക്കത്തിലോട്ട് പോവാണ്. അപ്പോൾ ദേ നമ്മുടെ സാമ് നല്ല പാട്ടൊക്കെ പാടി മമ്മൂട്ടിയുടെ പോലെ പുള്ളിക്കാരൻ വന്നുകൊണ്ടിരിക്കുവാണ് കൂട്ടുകാരൻ്റെ അടുത്തേക്ക്. അതിനുശേഷം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പം ഞങ്ങൾ എല്ലാവരും നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പോണ ഒരു സിറ്റുവേഷനിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ഉറക്കം കിട്ടും, കാരണം സെഡേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, സീ യു, ലവ് യു, ടേക്ക് കെയർ.